ടാലന്റ് ഓൺലൈൻ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ജൂൺ 22, 23 തീയതികളിലെ ആനുകാലിക വിഷയങ്ങളാണ്. ഒരു ക്ലാസ്സിലേക്ക് കടക്കാം. ഇന്ന് നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്നത് ഒരു അവാർഡാണ്. അപ്പോൾ ഈ ഒരു അവാർഡ് നൽകുന്നത് സ്പോർട്സ് മേഖലയിൽ നൽകുന്ന ഒരു അവാർഡാണ്. അത്ലറ്റിക്സ് മേഖലയിൽ നൽകുന്ന അവാർഡ് ഇന്ത്യൻ അത്ലറ്റിക്സ് അവാർഡുകൾ 2026 ആണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അതിൽ പല കാറ്റഗറികൾ വരുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട കാറ്റഗറികൾ മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യം നമ്മൾ നോക്കുന്നത് 2025 ഈ ഒരു അവാർഡിൽ 2025 മികച്ച പുരുഷ അത്ലറ്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്, അല്ലെങ്കിൽ ഇതിനു വേണ്ടിയിട്ടുള്ള അവാർഡ് ലഭിക്കുന്ന താരം ആരെന്നാണ് നോക്കുന്നത്. ഓർത്തു വെക്കുക, നീരജ് ചോപ്രയ്ക്കാണ്. ആർക്കാണ്? നീരജ് ചോപ്രയ്ക്കാണ് ഈ ഒരു അവാർഡ് ലഭിക്കുന്നത്. 2025 എന്താണ് മികച്ച പുരുഷ അത്ലറ്റിനുള്ള അവാർഡ് ലഭിക്കുന്നത് ആർക്കാണ്? നീരജ് ചോപ്രയ്ക്കാണെന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്യുക. അപ്പോൾ നമുക്കറിയാം എന്താണ് ഇന്ത്യയുടെ ഒരു ജാവലിൻ ത്രോ താരമാണ് ആരാണ്? നീരജ് ചോപ്ര. അദ്ദേഹത്തിന്റെ ഓരോ റെക്കോർഡുകളും കാര്യങ്ങളും ഒക്കെ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഈ ഒരു പുരസ്കാരവും കൂടി ലഭിക്കുകയാണ്. 2025 അദ്ദേഹത്തിന്റെ പെർഫോമൻസിനെ അടിസ്ഥാനമാക്കി നൽകുന്ന ഈ ഒരു അവാർഡ് ലഭിച്ചിരിക്കുകയാണ്. 2025 മികച്ച പുരുഷ അത്ലറ്റ് ആയിട്ട് അദ്ദേഹം ഈ ഒരു അവാർഡിൽ ഇന്ത്യൻ അത്ലറ്റിക്സ് അവാർഡുകളിൽ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. അടുത്ത നമ്മൾ നോക്കുന്നത് വനിതാ അത്ലറ്റ് ആരെന്നാണ്. 2025 മികച്ച വനിതാ അത്ലറ്റ് ആരാണ്? പരുൾ ചൗധരിയാണ്. ആരാണ്? പരുൾ ചൗധരിയാണ്. എന്താണ് 2025 മികച്ച വനിതാ അത്ലറ്റ് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. ഇനി നമ്മൾ നോക്കുന്നത് 2025 മികച്ച പരിശീലകൻ ആരെന്നാണ്. മികച്ച പരിശീലകനുള്ള ഈ ഒരു പുരസ്കാരം ലഭിക്കുന്നത് ആർക്കാണെന്ന് നോട്ട് ചെയ്ത് വെക്കുക. പർവീർ സിംഗിനാണ്. ആർക്കാണ്? പർവീർ സിംഗിനാണ് 2025 മികച്ച പരിശീലകനുള്ള പുരസ്കാരം ലഭിക്കുന്നത്. അടുത്ത നമ്മൾ നോക്കുന്നത് ലൈഫ് ടൈം അച്ചീവ്മെന്റ് അത്ലറ്റിക്സ് അവാർഡ് ലഭിച്ചിരിക്കുന്നത് ആർക്കൊക്കെ എന്നാണ്. എന്താണ് ലൈഫ് ടൈം അച്ചീവ്മെന്റ് അത്ലറ്റിക്സ് അവാർഡ് ലഭിച്ചിരിക്കുന്നത് 2025 എന്താ ഈ ഒരു അവാർഡ് ലഭിച്ചിരിക്കുന്നത് ആർക്കൊക്കെയാണെന്നാണ് നോക്കുന്നത്. പി.ടി. ഉഷ, അതേപോലെ ഗുർബച്ചൻ സിംഗ് റൺദാവ. ഇനി മറ്റൊരു വ്യക്തിയാണ് ബഹാദൂർ സിംഗ് ചൗഹാൻ. ഇനി അതേപോലെ തന്നെ എന്താണ് അഞ്ജു ബോബി ജോർജ്. ഇപ്പോൾ ഇത്രയും പേർക്കാണ് എന്താണ് 2025 ലൈഫ് ടൈം അച്ചീവ്മെന്റ് അത്ലറ്റിക്സ് അവാർഡ് ലഭിക്കുന്നത്. അപ്പോൾ അവാർഡ് എന്താണെന്ന് ഓർത്തു വെക്കുക. ഇന്ത്യൻ അത്ലറ്റിക്സ് അവാർഡ് 2026 ആണ്. അപ്പോൾ 2025 പെർഫോമൻസിനെ അടിസ്ഥാനമാക്കി നൽകുന്ന പുരസ്കാരമാണിത്. അതുകൊണ്ട് 2025 മികച്ച പുരുഷ താരമാരെന്ന് പറഞ്ഞു നീരജ് ചോപ്രയാണ്. ഇനി വനിതാ താരന്മാരാണ് പരുൾ ചൗധരിയാണ്. മികച്ച പരിശീലകൻ, മികച്ച കോച്ച് ആരാണെന്ന് നമ്മൾ പറഞ്ഞു, പർവീർ സിംഗ് ആണ്. അതേപോലെ ഈ ഒരു ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് ലഭിച്ചിരിക്കുന്നത് ആർക്കൊക്കെ എന്ന് പറഞ്ഞു. പി.ടി. ഉഷ, മലയാളിയായിട്ടുള്ള പി.ടി. ഉഷയുണ്ട്. അതേപോലെ അഞ്ജു ബോബി ജോർജ് എന്നിവരുൾപ്പെടെ 4 പേർക്കാണ് ഈ ഒരു പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്രയും പോയിന്റുകൾ ഈ ഒരു അവാർഡുമായി ബന്ധപ്പെട്ട് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് ഇനി വരുന്ന ഒരു പ്രധാനപ്പെട്ട PSCയുടെ എക്സാമാണ് പോലീസ് ഡ്രൈവറിനുള്ള എക്സാം. അപ്പോൾ ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ടോപ്പിക്കിന് വേണ്ടിയിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയുള്ളതാണ് ടാലന്റിന്റെ പോലീസ് ഡ്രൈവർ സ്പെഷ്യൽ ടോപ്പിക് ബുക്ക്. ഈ ഒരു ബുക്കിൽ ഇതിന് വേണ്ടിയിട്ടുള്ള ആക്ടുകളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതേപോലെ ഇനി നമ്മുടെ മറ്റ് ഈ ഒരു ഡ്രൈവർ പോസ്റ്റിലേക്ക് ഈ ഒരു പോലീസ് ഡ്രൈവർ മാത്രം എക്സാം മാത്രമല്ല ഇനി മുന്നിൽ നമുക്ക് വരാനുള്ളത് ഫയർമാൻ ഡ്രൈവർ ആയിക്കോട്ടെ, CEO ഡ്രൈവർ ആയിക്കോട്ടെ, APO ഡ്രൈവർ ആയിക്കോട്ടെ. ഈ ഒരു എക്സാമുകൾക്ക് വേണ്ടിയിട്ടും നിങ്ങൾക്ക് ഈ ഒരു ഒറ്റ ബുക്കിലൂടെ ഒരു സ്പെഷ്യൽ ടോപ്പിക്ക് കംപ്ലീറ്റ് കവർ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ അത്തരത്തിലൊരു 4 എക്സാമുകളോളം എന്താണ് അതിന് വേണ്ടിയിട്ട് ആവശ്യമുള്ള സ്പെഷ്യൽ ടോപ്പിക്കുകൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഒരു പോലീസ് ഡ്രൈവർ സ്പെഷ്യൽ ടോപ്പിക്കിൽ ഉള്ളതാണ്. മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മുൻവർഷ ചോദ്യങ്ങൾ 2024-25 മുൻവർഷ ചോദ്യങ്ങളും കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് ഈ ഒരു ബുക്ക് തയ്യാറാക്കിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്പെഷ്യൽ ടോപ്പിക്ക് നല്ല രീതിയിൽ കവർ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ഈ ഒരു ബുക്കിന്റെ പ്രൈസ് വരുന്നത് 200 രൂപയാണ്. നിങ്ങൾക്ക് 180 രൂപയ്ക്ക് ഇപ്പോൾ പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ടാലന്റിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയോ അല്ലെങ്കിൽ ആമസോൺ, ഫ്ലിപ്കാർട്ട് വഴിയോ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള ബുക്ക് സ്റ്റോളൊക്കെ വഴിയോ നിങ്ങൾക്ക് ഈ ഒരു ബുക്ക് സ്വന്തമാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഉടൻ തന്നെ ഈ ഒരു ബുക്ക് സ്വന്തമാക്കുക. ആ ഒരു സ്പെഷ്യൽ ടോപ്പിക്കിന്റെ മാക്സിമം ഫുൾ മാർക്ക് നിങ്ങൾക്ക് നേടാനായിട്ട് സാധിക്കട്ടെ. ഇനി നമ്മൾ നോക്കുന്നത് ഒരു പുസ്തകവുമായി ബന്ധപ്പെട്ട പോയിന്റ് ആണ്. അടുത്തിടെ ലോക്സഭാ സ്പീക്കർ ഓം ബിർള പ്രകാശനം ചെയ്ത ഇന്ത്യയുടെ IIT ആവാസ വ്യവസ്ഥകളെ കുറിച്ചുള്ള ഒരു പുസ്തകമാണിത്. പുസ്തകത്തിന്റെ പേര് ഇതാണ്, IIT ദ സ്റ്റോറി ഓഫ് ഇന്ത്യാസ് മോസ്റ്റ് പ്രിവിലേജിയസ് എഡ്യൂക്കേഷണൽ എക്കോസിസ്റ്റം എന്നുള്ളതാണ് ഈ ഒരു ബുക്കിന് നൽകിയിരിക്കുന്ന പേര്. അപ്പോഴെന്താണ് നമുക്കറിയാവുന്നതാണ് നമ്മുടെ ഇന്ത്യയിലുള്ള IIT-കൾ. അപ്പോൾ ഇവരുടെ ബാക്ക്ഗ്രൗണ്ടും അതിൻ്റെ ഓരോ ആദ്യത്തെ IIT മുതൽ ഇപ്പോൾ നിലവിലുള്ള IIT-കൾ വരെയുള്ള കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തുകൊണ്ട് തയ്യാറാക്കിയിട്ടുള്ളതാണ് ഈ ഒരു പുസ്തകം. അപ്പോൾ പുസ്തകം പ്രകാശനം ചെയ്തത് ആരാണെന്ന് ഓർത്ത് വെക്കുക. ലോക്സഭാ സ്പീക്കറായിട്ടുള്ള ഓം ബിർളയാണ് ഈ ഒരു പുസ്തകം പ്രകാശനം ചെയ്തത്. പുസ്തകത്തിന്റെ പേരെന്താണ്? IIT ദ സ്റ്റോറി ഓഫ് ഇന്ത്യാസ് മോസ്റ്റ് പ്രിവിലേജിയസ് എഡ്യൂക്കേഷണൽ എക്കോസിസ്റ്റം എന്നുള്ളതാണ് ഈ ഒരു ബുക്കിന് നൽകിയിരിക്കുന്ന പേര്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിലെ ആദ്യത്തെ IIT ഏതാണെന്ന് കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. IIT ഖരഗ്പൂർ ആണ്. എന്താണ്? IIT ഖരഗ്പൂർ ആണ് എന്താണ് ഇന്ത്യയിലെ ആദ്യത്തെ IIT എന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്യുക.
അടുത്ത നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ്. മലയാള ചലച്ചിത്ര താര സംഘടനയായ അമ്മയിലെ പ്രസിഡന്റ് സ്ഥാനം അടുത്തിടെ രാജിവെച്ചത് ആരെന്നാണ്. ഓർത്തു വെക്കുക, ശ്വേതാ മേനോനാണ്. ആരാണ്? ശ്വേതാ മേനോനാണ് എന്താണ് ഈ ഒരു പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചിരിക്കുന്നത്. നമുക്കറിയാം എന്താണ്, ഒരു വർഷം പോലും ആയിട്ടില്ല ഇവർ ഈ ഒരു പൊസിഷനിലേക്ക് വന്നിട്ടുള്ളത്. പുതിയ ഒരു സമിതിയെ ഈ ഒരു ഭരണസമിതിയെ തിരഞ്ഞെടുത്തിട്ട് ഒരു വർഷമായിട്ടില്ല. അപ്പോൾ അതിന്റെ പ്രസിഡന്റ് ആയിട്ടുണ്ടായിരുന്നത്, അമ്മയുടെ നിലവിലെ പ്രസിഡന്റ് ആയിട്ടുണ്ടായിരുന്നത് ആരാണ്? ശ്വേതാ മേനോനാണ്. മാത്രമല്ല അമ്മ എന്നുള്ള ഈ ഒരു ചലച്ചിത്ര താര സംഘടനയുടെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് കൂടിയായിരുന്നു എന്താണ് ഈ ഒരു ശ്വേതാ മേനോൻ എന്ന കാര്യം ഒന്ന് നോട്ട് ചെയ്യുക. അതേപോലെ സെക്രട്ടറി ആരായിരുന്നു? ഈ ഒരു സംഘടനയുടെ സെക്രട്ടറി ആയിരുന്നു കുക്കു പരമേശ്വരൻ. അപ്പോൾ കുക്കു പരമേശ്വരനും എന്താണ് ഈ ഒരു സ്ഥാനം, സെക്രട്ടറി സ്ഥാനം എന്താണ് രാജിവെച്ചിരിക്കുകയാണ്. അപ്പോൾ പ്രസിഡന്റ് ആയിട്ടുള്ള ശ്വേതാ മേനോന്റെ കീഴിൽ 17 അംഗ ഭരണസമിതി ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു 17 അംഗങ്ങളും എന്താണ് രാജി സമർപ്പിച്ചിരിക്കുകയാണ്. ഇനി അമ്മ എന്നുള്ള ഈ ഒരു താര സംഘടനയുടെ ഇതിന്റെ ഫുൾ ഫോം എന്താണെന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അതുകൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. എന്താണ്? അസോസിയേഷൻ ഓഫ് മലയാളം മൂവി ആർട്ടിസ്റ്റ് എന്നുള്ളതാണ് എന്താണ് അമ്മയുടെ ഫുൾ ഫോം വരുന്നത്. അപ്പോൾ ഇതിന്റെ എന്താണ് ഈ ഒരു അമ്മ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചിരിക്കുന്ന ആരാണെന്ന് ഓർത്ത് വെക്കുക. എന്താ? ശ്വേതാ മേനോനാണ് രാജിവെച്ചിരിക്കുന്നത്. ഇനി എന്താണ് ഈ ഒരു ഭരണസമിതി ഫുള്ള് രാജിവെച്ചതിനെ തുടർന്ന് ഇനി ഇതിന്റെ ഭരണം, ഈ ഒരു സംഘടനയുടെ ഭരണം എന്താണ് അഡ്കോ കമ്മിറ്റി തന്നെ നിർവഹിക്കുന്നതായിരിക്കും. അതുകൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അടുത്ത നമുക്ക് നോക്കാനുള്ള പോയിന്റ് ഇതാണ്. കേന്ദ്ര ഭക്ഷ്യമന്ത്രി പ്രഹ്ലാദ് ജോഷി സെൻട്രൽ വെയർഹൌസിംഗ് കോർപ്പറേഷനുകളുടെ സ്മാർട്ട് വെയർഹൌസിംഗ് സംവിധാനം അടുത്തിടെ ഉദ്ഘാടനം ചെയ്തു എന്നുള്ള കാര്യമാണ്. അപ്പോൾ എന്താണ് നമ്മൾ ഇതിൽ നിന്ന് കുറച്ച് പോയിന്റുകളാണ് പഠിക്കുന്നത്. എന്താണ്? നമ്മുടെ കേന്ദ്ര ഭക്ഷ്യമന്ത്രി ആരാണെന്ന് നമുക്കറിയാം, പ്രഹ്ലാദ് ജോഷിയാണ്. അപ്പോൾ അദ്ദേഹം അടുത്തിടെ സെൻട്രൽ വെയർഹൌസിംഗ് കോർപ്പറേഷനുകളുടെ സ്മാർട്ട് വെയർഹൌസിംഗ് സംവിധാനം എന്താണ് ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ്. ഈ ഒരു സ്മാർട്ട് വെയർഹൌസിംഗ് സംവിധാനത്തിലൂടെ എന്താണ് AI ഉപയോഗിച്ചുകൊണ്ടുള്ള വെയർഹൌസിംഗ് സിസ്റ്റങ്ങളുടെയൊക്കെ തത്സമയ കൺട്രോളിങ്ങും വീക്ഷണവും ഒക്കെ സാധ്യമാവുന്നതാണ്. അപ്പോൾ ഇതിനു വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമാണ്. ഈ ഒരു സംവിധാനം സെൻട്രൽ വെയർഹൌസിംഗ് കോർപ്പറേഷനുകളുടെ ഈ ഒരു സ്മാർട്ട് വെയർഹൌസിംഗ് സംവിധാനം ഉദ്ഘാടനം ചെയ്തത് ആരാണെന്ന് ഓർത്തു വെക്കുക. നിലവിലെ കേന്ദ്ര ഭക്ഷ്യ മന്ത്രിയായിട്ടുള്ള പ്രഹ്ലാദ് ജോഷിയാണ്. ഓക്കെ, അടുത്ത നമുക്ക് നോക്കാനുള്ളത് നമ്മുടെ ടാലന്റ് നൽകുന്ന ഒരു ബെസ്റ്റ് ഓഫറാണ്. ഇനി വരുന്ന LP UP അസിസ്റ്റന്റ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്കായി ടാലന്റ് അക്കാദമിയുടെ LP UP അസിസ്റ്റന്റ് റാങ്ക് ഫെയിൽ തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ്. താഴെ തന്നിരിക്കുന്ന ഒരു ലിങ്ക് വഴി നിങ്ങൾക്ക് ഇത് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ലിങ്കിൽ LP UP SM എന്നുള്ള ഈ ഒരു കൂപ്പൺ കോഡ് കൂടി കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ബെസ്റ്റ് ഓഫറിൽ തന്നെ ബുക്ക് പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ടീച്ചർ എന്നുള്ള നിങ്ങളുടെ സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ബെസ്റ്റ് വഴിയാണ് ടാലന്റിന്റെ ഈ ഒരു LP UP അസിസ്റ്റന്റ് റാങ്ക് ഫെയിൽ. ഉടൻ തന്നെ ഈ ഒരു ബുക്ക് സ്വന്തമാക്കുക, നല്ല രീതിയിൽ പഠിക്കുക. ഇനി നമ്മുടെ പോയിന്റിലേക്ക് വരാം. ഇനി പുതിയ യുദ്ധക്കപ്പലുകളാണ് ഇന്ത്യ അടുത്തിടെ തദ്ദേശീയമായി നിർമ്മിച്ച് കമ്മീഷൻ ചെയ്തിട്ടുള്ള പുതിയ യുദ്ധക്കപ്പലുകളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഇതിന്റെ പ്രത്യേകത എന്താണ്? യുദ്ധം, സർവേ, അതേപോലെ സബ്മറൈൻ വിരുദ്ധ പ്രവർത്തനങ്ങൾ എന്നിവയിൽ നാവികസേനയുടെ കരുത്ത് വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയിട്ട് അടുത്തിടെ ഇന്ത്യ കമ്മീഷൻ ചെയ്തിട്ടുള്ള തദ്ദേശീയമായി നിർമ്മിച്ചിട്ടുള്ള കപ്പലുകളാണ് നമ്മൾ നോക്കുന്നത്. അതിലൊന്നാണ് INS ദുനാഗിരി. INS ദുനാഗിരി. മറ്റൊന്നാണ് INS സൻശോധക്. INS സൻശോധക്. ഇനി അതേപോലെ മൂന്നാമത്തതാണ് INS അഗ്രേ. INS അഗ്രേ. അപ്പോൾ 3 കപ്പലുകളാണ് നമ്മൾ നോക്കിയത്. ദുനാഗിരി, സൻശോധക്, അഗ്രേ എന്ന് പറയുന്ന 3 കപ്പലുകളാണ് അടുത്തിടെ ഇന്ത്യ കമ്മീഷൻ ചെയ്തത്. ഇനി ഇത് കമ്മീഷൻ ചെയ്തത് ആരാണെന്ന് ഓർത്തു വെക്കുക. നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഇത് ഫ്ലാഗ് ഓഫ് ചെയ്തെന്നുള്ളത് കാര്യം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. കൊൽക്കത്തയിലെ ശ്യാമപ്രസാദ് മുഖർജി പോർട്ടിൽ വെച്ചിട്ടാണ് നരേന്ദ്രമോദി ഈ 3 ഷിപ്പുകളും കമ്മീഷൻ ചെയ്തിട്ടുള്ളത്. ഇനി ഇതിന്റെ പ്രത്യേകതകൾ നമുക്കൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. അത് നമ്മൾ നോക്കുന്നത് ദുനാഗിരി, INS ദുനാഗിരിയുടെ പ്രത്യേകതയാണ്. അപ്പോൾ അത്യാധുനിക ആയുധങ്ങളും അതേപോലെ തന്നെ സാങ്കേതിക വിദ്യകളും ഉപയോഗിച്ച് അതിൽ അടങ്ങിയിട്ടുള്ളതാണ് ഈ ഒരു ഷിപ്പ് എന്ന് പറയുന്നത്. ഇനി മാത്രമല്ല നമ്മുടെ ബ്രഹ്മോസ് സർഫേസ് ടു സർഫേസ് മിസൈൽ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ മീഡിയം റേഞ്ച് സർഫേസ് ടു എയർ മിസൈലുകളും ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ മറ്റൊരു നമ്മൾ പറഞ്ഞ ഷിപ്പാണ് സൻശോധക് എന്ന് പറയുന്നത്. സൻശോധകിന്റെ പ്രത്യേകത ഇതൊരു സർവേ കപ്പലാണ് എന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്യുക. തീരപ്രദേശത്തും അതേപോലെ ആഴക്കടലിലും ഹൈഡ്രോഗ്രാഫിക് സർവേ നടത്തുവാൻ വേണ്ടിയിട്ട് പ്രാപ്തമാക്കിയിട്ടുള്ള ഒരു ഷിപ്പാണ് സൻശോധക് ഷിപ്പ് എന്ന് പറയുന്നത്, ഈ ഒരു INS സൻശോധക് എന്ന് പറയുന്നത്. ഇനി മൂന്നാമത് നമ്മൾ പരിചയപ്പെട്ട കപ്പലാണ് അഗ്രേ എന്ന് പറയുന്നത്. അർനാല ക്ലാസ്സിലെ 4ാമത്തെ ആന്റി സബ്മറൈൻ ആണ് INS അഗ്രേ എന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അർനാല ഈ ഒരു അർനാല ക്ലാസ്സിലെ 4ാമത്തെ ആന്റി സബ്മറൈൻ കപ്പലാണ് INS അഗ്രേ എന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ആ ഒരു 3 ഷിപ്പുകളുടെയും പ്രത്യേകത ഒന്ന് നമ്മളൊന്ന് ചുരുക്കി പഠിച്ചു വെക്കുക കേട്ടോ. അപ്പോൾ ഇത് എവിടെയാണ് കമ്മീഷൻ ചെയ്തതെന്ന്
വരുന്നത് നമ്മൾ പറഞ്ഞ കൊൽക്കത്തയിലാണ്. അപ്പോൾ ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ചിട്ടുള്ള 3 യുദ്ധക്കപ്പലുകളാണ് എന്താണ് INS ദുനാഗിരിയും അതേപോലെ സൻശോധക്, അഗ്രയ് എന്നീ 3 ഷിപ്പുകൾ. ഇനി സ്പോർട്സുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ലിസ്റ്റ് എ ക്രിക്കറ്റിലെ ഏറ്റവും വേഗതയേറിയ അർദ്ധ സെഞ്ചുറി നേടിയ താരം ആരാണെന്നാണ് നോക്കുന്നത്. ഓർത്തു വെക്കുക, വൈഭവ് സൂര്യവംശിയാണ്. ആരാണ്? വൈഭവ് സൂര്യവംശിയാണ്. അദ്ദേഹത്തിന്റെ പുതിയ ഒരു റെക്കോർഡ് കൂടി വന്നിരിക്കുകയാണ്. എന്താണ് പ്രത്യേകത? ലിസ്റ്റ് എ ക്രിക്കറ്റിലെ ഏറ്റവും വേഗതയേറിയ അർദ്ധ സെഞ്ചുറി നേടിയിരിക്കുകയാണ് താരം. അപ്പോൾ 2005 ഒരു ശ്രീലങ്കൻ താരം നേടിയിട്ടുണ്ടായിരുന്ന റെക്കോർഡാണ് വൈഭവ് സൂര്യവംശി ഇപ്പോൾ മറികടന്നിരിക്കുന്നത്. അപ്പോൾ 2005 ശ്രീലങ്കൻ താരമായിരുന്ന കൗസല്യ, ഓർത്തു വെക്കുക, കൗസല്യ വീരരത്നെ. അപ്പോൾ അദ്ദേഹം എന്താണ് 12 ബോളിൽ ഈ ഒരു അർദ്ധ സെഞ്ചുറി നേടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ ഒരു റെക്കോർഡിന് ഉടമയായിരുന്നു. നിലവിൽ എന്താണ് 2026 ജൂണില് വൈഭവ് സൂര്യവംശി 11 പന്തിൽ എന്താണ് അർദ്ധ സെഞ്ചുറി നേടിയ ഈ ഒരു റെക്കോർഡ് മറികടന്നിരിക്കുകയാണ്. 2026 ജൂണിൽ നടന്ന ശ്രീലങ്ക എക്കെതിരെ നടന്നിട്ടുള്ള ത്രിരാഷ്ട്ര പരമ്പരയിൽ ഇന്ത്യ എക്ക് വേണ്ടിയിട്ടാണ്, ഈ ഒരു ടീമിന് വേണ്ടിയിട്ടാണ് വൈഭവ് സൂര്യവംശി 11 ബോളിൽ അർദ്ധ സെഞ്ചുറി നേടിക്കൊണ്ട് ഈ ഒരു റെക്കോർഡിന് ഉടമയായിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നോക്കിയ പോയിന്റ് ഇതാണ്. ലിസ്റ്റ് എ ക്രിക്കറ്റിലെ ഏറ്റവും വേഗതയേറിയ അർദ്ധ സെഞ്ചുറി നേടിയ താരമായി ആരാണെന്ന് ഓർത്തു വെക്കുക, വൈഭവ് സൂര്യവംശിയാണ്. ഇനി അടുത്തത് നമ്മൾ നോക്കുന്നത് 2025-26 FIH വനിതാ ഹോക്കി നേഷൻസ് കപ്പിൽ ജേതാക്കളായത് ആരെന്നാണ്. ഇന്ത്യയാണ് ഈ ഒരു മത്സരത്തിൽ എന്താണ് ജേതാക്കളായി മാറിയിരിക്കുന്നത്. അപ്പോൾ ഓർത്തു വെക്കുക, ഇപ്പോഴത്തെയാണ് 2025-26 വർഷത്തെ ഈ ഒരു സീസണിലെ എന്താണ് മത്സരത്തിലാണ് ആരാണ് ഈ ഒരു എന്താണ് FIH വനിതാ ഹോക്കി നേഷൻസ് കപ്പിൽ ജേതാക്കളായിരിക്കുന്നത്? ഇന്ത്യയാണ്. ഫൈനലിൽ ന്യൂസിലാൻഡിനെയാണ് പരാജയപ്പെടുത്തിയത് എന്നുള്ള കാര്യം കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഈ ഒരു മത്സരത്തിൽ ഫൈനലിൽ ന്യൂസിലാൻഡിനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ഇന്ത്യ ഈ ഒരു നേട്ടം കൈവരിച്ചത്. ഇനി ഒരു വിയോഗമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. 2026 ജൂണിൽ അന്തരിച്ച പ്രശസ്ത കവി ആരെന്നാണ്. ഓർത്തു വെക്കുക, പി നാരായണക്കുറുപ്പാണ്. ആരാണ്? പി നാരായണക്കുറുപ്പാണ്. അപ്പോൾ അദ്ദേഹം അന്തരിച്ചിരിക്കുകയാണ്. കേന്ദ്ര വാർത്താ വിതരണ പ്രേക്ഷണ മന്ത്രാലയത്തിൽ അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിലും അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. തപസ്യ കലാസാഹിത്യ വേദിയുടെ ചെയർമാനായിട്ട് അദ്ദേഹം ആ ഒരു സ്ഥാനം വഹിച്ചിട്ടുണ്ട്. ഇനി ആഗ്രയിലെ സംസ്കാര ഭാരതിയുടെ വൈസ് പ്രസിഡന്റ് സ്ഥാനവും അദ്ദേഹം വഹിച്ചിട്ടുണ്ട്. ഇനി അദ്ദേഹത്തിന് സാഹിത്യ മേഖലയിൽ നൽകുന്ന പ്രധാന അവാർഡുകളും ലഭിച്ചിട്ടുണ്ട്. കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തിന് ഓടക്കുഴൽ അവാർഡ് ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ നിശാഗന്ധി എന്നുള്ള രചനയ്ക്കാണ് അദ്ദേഹത്തിന് ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത്. ഇനി വള്ളത്തോൾ അവാർഡ് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. 2022 അദ്ദേഹത്തിന് പത്മശ്രീ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. പത്മശ്രീ പുരസ്കാരം അദ്ദേഹത്തിന് ലഭിച്ചത് ഏത് വർഷമാണെന്ന് നോട്ട് ചെയ്ത് വെക്കുക, 2022 ലഭിച്ചത്. അപ്പോൾ ഇത്രയും പോയിന്റുകൾ അദ്ദേഹത്തെ കുറിച്ചൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ എന്താണ് പി നാരായണക്കുറുപ്പ്, അദ്ദേഹം പ്രശസ്തനായിട്ടുള്ള ഒരു കവിയാണ്. ഇനി അദ്ദേഹം അന്തരിച്ചതെന്നാണെന്ന് ഓർത്തു വെക്കുക, 2026 ജൂണിലാണ് അദ്ദേഹം അന്തരിച്ചത്. ഇനി നമ്മുടെ സ്കൂൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ടാലന്റ് സ്റ്റഡി മേറ്റ് തയ്യാറാക്കിയിട്ടുള്ള ഗൈഡുകൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു SCRT സ്കൂൾ ഗൈഡുകളും അതിൻ്റെ ക്വസ്റ്റ്യൻ ബാങ്കുകളും SCRT സിലബസ് പ്രകാരം പഠിക്കുന്ന സ്കൂൾ കുട്ടികൾക്ക് എത്രയും ഈസി ആയിട്ട് തന്നെ എന്താണ് പരീക്ഷയെ ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ്. പഠനമെല്ലാം എളുപ്പമാക്കാൻ വേണ്ടിയിട്ടും ഒരു പേടിയും ഇല്ലാതെ തന്നെ പരീക്ഷയെ ഫേസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ടാലന്റ് ഈ ഒരു ബുക്ക് തയ്യാറാക്കിയിരിക്കുന്നത്. ടാലന്റ് സ്റ്റഡി മേറ്റിൻ്റെ ഈ ഒരു ബുക്ക് എല്ലാ സബ്ജക്റ്റിലും അവൈലബിൾ ആണ്. സോഷ്യൽ സയൻസ് അതേപോലെ മാത്സ്, ഇംഗ്ലീഷ് തുടങ്ങിയ സബ്ജക്റ്റുകളിലൊക്കെ അവൈലബിൾ ആണ് ഈ ഒരു സ്റ്റഡി മേറ്റ്. ടാലന്റിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയോ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള ബുക്ക് സ്റ്റോളുകൾ വഴിയോ ആമസോൺ, ഫ്ലിപ്കാർട്ട് വഴിയോ നിങ്ങൾക്ക് ഈ ബുക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. PSC ഉദ്യോഗാർത്ഥികളെ സഹായിച്ച ടാലന്റ് ഇനി സ്കൂൾ കുട്ടികളിലേക്കും ഇറങ്ങുകയാണ്. അവരെയും ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഉടൻ തന്നെ ഈ ഒരു സ്റ്റഡി മേറ്റ് സ്കൂൾ ഗൈഡ് സ്വന്തമാക്കുക. ഇനി നമ്മുടെ PSC പരീക്ഷകളിലെ ഇമ്പോർട്ടന്റ് പാർട്ടാണ് SCRT പാഠഭാഗങ്ങൾ. PSC പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് പഠിച്ചു തീർക്കാൻ കഴിയാനായിട്ട് ടാലന്റ് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്ന അറിവിടം ബുക്കുകൾ നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെട്ടു എന്നറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. ഇനി അതേപോലെ തന്നെ ഈ ഒരു SCRT പാഠഭാഗങ്ങൾ പരിശീലിക്കുവാൻ വേണ്ടിയിട്ട് ടാലന്റ് ഒരുക്കുന്നതാണ് അറിവിടം പരിശീലന ചോദ്യങ്ങളുടെ ഈ ഒരു ബുക്ക്. ഈ ഒരു നമ്മുടെ SCRT പാഠഭാഗങ്ങൾ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയോ അല്ലെങ്കിൽ ഇതുവരെ പഠിച്ചിട്ടില്ലെങ്കിലും ഇനി പഠിച്ചു കഴിഞ്ഞവരാണെങ്കിലും നിങ്ങൾക്ക് എങ്ങനെയൊക്കെ ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരും എന്ന് മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ടും പഠിക്കുവാൻ വേണ്ടിയിട്ടുമാണ് ഈ ഒരു ബുക്ക് തയ്യാറാക്കിയിട്ടുള്ളത്. 4300-ലധികം ചോദ്യങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇനി ആവട്ടെ സയൻസും സോഷ്യൽ സയൻസും ഉൾപ്പെടെ ഒരു ഒറ്റ ബുക്കായി
ആയിട്ടാണ് ഈ ഒരു ബുക്ക് പുറത്തിറക്കിയിരിക്കുന്നത്. ഉടൻ തന്നെ ഈ ഒരു ബുക്ക് വാങ്ങിക്കുക. ടാലന്റിന്റെ എല്ലാ ബുക്കുകളും നിങ്ങൾക്ക് ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി വാങ്ങിക്കാൻ സാധിക്കുന്നതാണ്. ആമസോൺ, ഫ്ലിപ്കാർട്ടിലും അവൈലബിൾ ആണ്, നിങ്ങളുടെ അടുത്തുള്ള ബുക്ക് സ്റ്റോറുകളിലും അവൈലബിൾ ആണ്. ഉടൻ തന്നെ ബുക്ക് സ്വന്തമാക്കുക. ഇനി നമ്മൾ നോക്കിയ പോയിന്റുകൾ ഒന്നുകൂടി നോക്കാം. ആദ്യം നമ്മൾ നോക്കിയത് ഒരു അവാർഡായിരുന്നു. എന്താണ്? ഇന്ത്യൻ അത്ലറ്റിക്സ് അവാർഡ് 2026 ആണ് നമ്മൾ നോക്കിയത്. അതിലെ മികച്ച പുരുഷ താരം ആരായിരുന്നു? പുരുഷ അത്ലറ്റ് ആരായിരുന്നു നോക്കി വെക്കുക? നീരജ് ചോപ്രയാണ്. അതേപോലെ 2025 മികച്ച വനിതാ അത്ലറ്റ് ആരാണ്? പരുൾ ചൗധരിയാണ്. ഇനി അതേപോലെ മികച്ച പരിശീലകൻ ആരാണെന്ന് നമ്മൾ നോക്കി? പർവീർ സിംഗ് ആണ് മികച്ച പരിശീലകനുള്ള പുരസ്കാരം ലഭിക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് ഒരു പുസ്തകമായിരുന്നു. എന്താണ്? IIT ദ സ്റ്റോറി ഓഫ് ഇന്ത്യസ് മോസ്റ്റ് പ്രസ്റ്റീജിയസ് എഡ്യൂക്കേഷണൽ സിസ്റ്റം എന്നുള്ള ഈ ഒരു ബുക്ക്. അപ്പോൾ അത് പ്രകാശനം ചെയ്തത് ആരാണ്? ലോക്സഭ സ്പീക്കർ ആയിട്ടുള്ള ഓം ബിർളയാണ് ഈ ഒരു ബുക്ക് പ്രകാശനം ചെയ്തത്. ഇന്ത്യയിലെ IIT-കളുടെ കഥ പറയുന്ന ഒരു പുസ്തകമാണിത്. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് അടുത്തിടെ മലയാള ചലച്ചിത്ര താര സംഘടനയായ അമ്മയിലെ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചത് ആരെന്നാണ്? ശ്വേതാ മേനോനാണ് ഈ ഒരു സ്ഥാനം എന്താണ് അടുത്തിടെ രാജിവെച്ചത്. ശ്വേതാ മേനോന് കീഴിലുണ്ടായിരുന്ന 17 അംഗ ഭരണസമിതിയും അവരുടെ ആ ഒരു ഭരണസമിതി അംഗങ്ങൾ എല്ലാവരും എന്താണ് രാജിവെച്ചിരിക്കുകയാണ്. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് കേന്ദ്ര ഭക്ഷ്യമന്ത്രി പ്രഹ്ലാദ് ജോഷി എന്താണ് ഉദ്ഘാടനം ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു സംവിധാനമാണ് നമ്മൾ നോക്കിയത്. എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? സെൻട്രൽ വെയർഹൗസിംഗ് കോർപ്പറേഷനുകളുടെ സ്മാർട്ട് വെയർഹൗസിംഗ് സംവിധാനമാണ് അദ്ദേഹം അടുത്തിടെ ഉദ്ഘാടനം ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ AI അധിഷ്ഠിതമായിട്ട് കാര്യങ്ങളൊക്കെ നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു സംവിധാനം കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നീട് നമ്മൾ നോക്കിയത് ഇന്ത്യ കമ്മീഷൻ ചെയ്തിട്ടുണ്ടായിരുന്ന 3 യുദ്ധ കപ്പലുകളാണ്. എന്തൊക്കെയാണ്? INS ദുനാഗിരി, അതേപോലെ INS സൻശോധക്, INS അഗ്രൈ എന്നിങ്ങനെ 3 യുദ്ധക്കപ്പലുകളാണ് അടുത്തിടെ ഇന്ത്യ അനാച്ഛാദനം ചെയ്തത്. അപ്പോൾ കൊൽക്കത്തയിൽ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഇത് കമ്മീഷൻ ചെയ്തത് എന്നുള്ള കാര്യം കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയ പോയിന്റ് ലിസ്റ്റ് A ക്രിക്കറ്റിലെ ഏറ്റവും വേഗതയേറിയ അർദ്ധ സെഞ്ചുറി നേടിയ താരം ആരെന്നാണ് നോക്കിയത്. വൈഭവ് സൂര്യവംശിയാണ്. 11 ബോളിലാണ് അദ്ദേഹം അർദ്ധ സെഞ്ചുറി നേടിയത്. അപ്പോൾ ഇതിനു മുമ്പ് 2005 ശ്രീലങ്കൻ താരമായിട്ടുള്ള കൗസല്യ വീരെന്ന നേടിയിട്ടുണ്ടായിരുന്ന ആ ഒരു റെക്കോർഡാണ് വൈഭവ് സൂര്യവംശി മറികടന്നത്. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയ പോയിന്റ് ഇതായിരുന്നു. 2025-26 FIH വനിതാ ഹോക്കി നേഷൻസ് കപ്പിൽ ജേതാക്കളായത് ആരും നോക്കി? ഇന്ത്യയാണ് ഈ ഒരു മത്സരത്തിൽ ജേതാക്കളായത്. ഫൈനലിൽ ന്യൂസിലൻഡിനെയാണ് തോൽപ്പിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീട് നമ്മൾ നോക്കിയത് ഒരു വിയോഗമായിരുന്നു. 2026 ജൂണിൽ അന്തരിച്ച പ്രശസ്ത കവി ആരും നോക്കി? P നാരായണക്കുറുപ്പാണ്. അദ്ദേഹത്തിന് പത്മശ്രീ ലഭിച്ച വർഷം ഓർത്തു വെക്കുക. 2022 അദ്ദേഹത്തിന് പത്മശ്രീ പുരസ്കാരം ലഭിച്ചത്. അതേപോലെ അദ്ദേഹത്തിന് ഓടക്കുഴ പുരസ്കാരം ലഭിച്ചത് നിശാഗന്ധി എന്നുള്ള അദ്ദേഹത്തിന്റെ രചനയിലൂടെയാണ്. ഓക്കെ, അപ്പോൾ ഇനി നമ്മുടെ LGS PYQ ബുക്കിനെ കുറിച്ചാണ് പറയാനുള്ളത്. ഇനി വരുന്ന കമ്പനി ബോർഡ് കോർപ്പറേഷൻ എക്സാമിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനാണ് ഈ ഒരു LGS PYQ ബുക്ക്. നമുക്കറിയാവുന്നതാണ്, ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാൽ ഒരു 60% ക്വസ്റ്റ്യൻസ് എന്താണ് ഈ ഒരു മുൻവർഷ ചോദ്യങ്ങളിൽ നിന്ന്, അതല്ലെങ്കിൽ അത് അടിസ്ഥാനമാക്കിയിട്ടായിരിക്കും, അത് റിലേറ്റഡ് ആയിട്ടുള്ളതായിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഓരോ വർഷത്തെയും ക്വസ്റ്റ്യൻ പേപ്പറുകൾ ഡൗൺലോഡ് ചെയ്ത് അത് കണ്ടന്റ് എവിടെയാണെന്നുള്ളത് തപ്പിപ്പിടിച്ചെടുക്കേണ്ട ആവശ്യമൊന്നും ഇതിൽ വരുന്നില്ല. നിങ്ങൾക്ക് 30 സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പറുകളാണ് ഇതിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നത്. അതേപോലെ 3000 ക്വസ്റ്റ്യൻസും അതിൻ്റെ കംപ്ലീറ്റ് എക്സ്പ്ലനേഷനും ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്രയും ഹെൽപ്ഫുൾ ആയിട്ട് തയ്യാറാക്കിയിട്ടുള്ള ഒരു ബുക്കാണിത്. നിങ്ങൾക്ക് എന്തായാലും മികച്ച ഒരു വഴികാട്ടിയാണിത്. ഉടൻ തന്നെ ഈ ഒരു ബുക്ക് പർച്ചേസ് ചെയ്യുക. നമ്മുടെ ഓൺലൈൻ വെബ്സൈറ്റിലും അതേപോലെ ആമസോൺ, ഫ്ലിപ്കാർട്ടിലും നിങ്ങളുടെ അടുത്തുള്ള ബുക്ക് സ്റ്റോറുകളിലും ഈ ഒരു PYQ ബുക്ക് അവൈലബിൾ ആണ്. ഇനി കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ നോക്കാം. ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു. തജിവാസ് ഹിമാനി സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്നായിരുന്നു ചോദ്യം. ശരി ഉത്തരം ഏതാണ്? ഓപ്ഷൻ B ആണ്, ജമ്മു ആൻഡ് കാശ്മീരിലാണ്. അടുത്ത ചോദ്യം ഇതായിരുന്നു. കിഷോ മൾട്ടിപർപ്പസ് പ്രൊജക്ട് നിലവിൽ വരുന്ന നദി ഏതെന്നായിരുന്നു ചോദ്യം. ശരി ഉത്തരം ഓപ്ഷൻ A ആണ്, ടോൺസ് നദിയിലാണ് ഈ ഒരു പ്രൊജക്ട് നിലവിൽ വരുന്നത്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നന്നായി പഠിക്കുക, നന്നായി മുന്നേറുക. മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം.